ഹേ ഗായ്സ്, സോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ ആനിമി സീരീസിലെ 19ാമത്തെ എപ്പിസോഡാണ്. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ 18ാമത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതെന്തെന്ന് വെച്ചാൽ ഗോണും കുറാപ്പയും ലിയോറിയും ഉൾപ്പെടുന്ന 9 പേർ ഹണ്ടർ എക്സാമിലെ ഫേസ് 4ൽ വിജയിച്ചതാണ്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം നമ്മൾ കാണുന്നത് ഹണ്ടർ അസോസിയേഷന്റെ എയർഷിപ്പാണ്. ആ ഒരു എയർഷിപ്പിനകത്ത് നിന്ന് ചെയർമാൻ നോട്ടറെ പറയാണ്, ഫേസ് 4ൽ വിജയിച്ച 9 ആൾക്കാരിൽ 6 ആൾക്കാരും റൂക്കികളാണല്ലേ, എന്ന് വെച്ചാൽ ആദ്യമായി എക്സാം എഴുതുന്നവർ. അങ്ങനെ നമ്മുടെ നെറ്ററോ ചെയർമാൻ സ്വന്തമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സട്ടോർ സാറിനോട് ചോദ്യം ചോദിക്കുന്നത്, നമ്മുടെ അടുത്ത ഫേസ് ആയിട്ടുള്ള ഫൈനൽ ഫേസിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ ചെയർമാൻ നോട്ടറെ പറയാണ്, ഈ ഒരു ഫേസ് 4ൽ വിജയിച്ച 9 ആൾക്കാരും തമ്മിൽ ഒരു വിചിത്രമായ ഒരു ഫൈറ്റിൽ ഏർപ്പെടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു ഫേസ് 4ൽ വിന്നായ 9 ആൾക്കാരോടും എനിക്കൊന്ന് സംസാരിക്കണം. അതിനുശേഷം ഗോണിനെയും കുറാപ്പയും ലിയോറിയും കാണിക്കുകയാണ്. പെട്ടെന്നാണ് നമ്മൾ ലിയോറിയ പറയുന്നത്, ഈ ഒരു ഫേസ് 4ലെങ്കിലും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ കാര്യങ്ങൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടന്നത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്തു തന്ന ഈ ഒരു ഉപകാരത്തിന് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ച് ഉപകാരം ചെയ്തിരിക്കും. അങ്ങനെ ഇവരിവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. സോ ആ അനൗൺസ്മെന്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചെയർമാൻ നെറ്ററോ എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾ നമ്പർ വിളിക്കുമ്പോൾ 2nd ഫ്ലോറിലെ ഫസ്റ്റ് റിസപ്ഷൻ റൂമിൽ എത്തിച്ചേരുക. ഫസ്റ്റ് നമ്മൾ ഹിസോക്കെ ആയിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. സോ ഹിസോക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നായിരുന്നു ഈ ഒരു അനൗൺസ്മെന്റ്. അതിനിടക്ക് ഹിസോക്കയുടെ പേര് കേട്ടപ്പോൾ ഗോൺ കിടന്ന് പരങ്ങുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ കുറാപ്പിക നൈസായിട്ട് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. ശേഷം നമ്മൾ കാണുന്നത് ഹിസോക്ക ഇന്റർവ്യൂവിന് എത്തിയിരിക്കുന്നതാണ്. സോ ഇന്റർവ്യൂവിനായി ചെയർമാൻ നെറ്ററോ ആദ്യം തന്നെ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ ഹണ്ടർ ആവാൻ തീരുമാനിച്ചത്? ഒരു ഹണ്ടർ ലൈസൻസ് കയ്യിലുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് ഹിസോക്ക മറുപടി പറയുന്നു. ഏതൊക്കെ വഴിയിലാണ് നിനക്ക് ഹണ്ടർ ലൈസൻസ് യൂസ് ആവുന്നത് എന്ന് ചെയർമാൻ നെറ്ററോ ചോദിച്ചപ്പോൾ, ഒരു ഹണ്ടർ ഒരാളെ കൊല്ലുമ്പോൾ ആ ഒരു ഹണ്ടറിനെ സാധാരണയായിട്ട് ശിക്ഷിക്കാറില്ല, ആ ഒരു രീതിക്കാണ് എനിക്ക് ഹണ്ടർ ലൈസൻസ് യൂസ്ഫുൾ ആവുന്നത് എന്ന് ഹിസോക്ക മറുപടി പറയുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ബാക്കി 8 പേരിൽ നിന്റെ കണ്ണ് ആരുടെ മേലാണ് എന്നായിരുന്നു. അതിനുത്തരമായി ഹിസോക്ക പറയുന്നത് കിലുവയും ഗോണിനെയും ആണെന്നാണ്. സോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ബാക്കി 8 പേരിൽ നിനക്ക് ഈ ഒരു സമയത്ത് ആരെയായിരിക്കും കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്. അതിന് മറുപടിയായി ഹിസോക്ക ഗോണിനെയാണ് പറയുന്നത്. ഇപ്പോൾ ഹിസോക്കയുടെ അടുത്ത് ചോദിച്ച പോലത്തെ 3 ക്വസ്റ്റ്യൻസ് ബാക്കി 8 ആൾക്കാരോടും ചോദിക്കുകയാണ്. എന്നിട്ടൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കുകയാണ് നമ്മളെ ചെയർമാൻ നെറ്ററോ. ഓ, ഈ ഒരു ലിസ്റ്റ് ഞാൻ വിചാരിച്ച പോലെയല്ല വന്നിരിക്കുന്നത് എന്ന് ചെയർമാൻ നെറ്ററോ പറയാണ്. ശേഷം ഒറ്റക്ക് നിന്നിരുന്ന ഗോണിന്റെ അടുത്ത് കുറാപ്പിക വന്നിട്ട്, നമ്മൾ ഇത്ര പെട്ടെന്ന് എക്സാമിന്റെ ഫൈനൽ ഫേസ് എത്തിയല്ലേ എന്ന് എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഗോണിന്റെ അടുത്ത് കുറാപ്പിക ചോദിക്കുകയാണ്. അപ്പോഴാണ് കുറാപ്പിക വേറൊരു കാര്യം കൂടി ചോദിക്കുന്നത്, ഗോൺ 4th ഫേസ് നടക്കുന്നതിനിടക്ക് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നമ്മൾ ജെവിലൈനിൽ നിന്ന് വന്നതിന് ശേഷം നിന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് വിരോധമില്ലെങ്കിൽ എന്റെ അടുത്ത് കാര്യം പറയാം. സോ കുറാപ്പിക കുത്തി കാര്യങ്ങൾ ചോദിച്ച കാരണം തന്നെ ഗോൺ ഹിസോക്കായി നടന്ന സംഭവങ്ങൾ കുറാപ്പിക അടുത്ത് ഷെയർ ചെയ്യാണ്. താൻ കുറെ കഷ്ടപ്പെട്ടിട്ട് ഹിസോക്കയുടെ കയ്യിൽ നിന്ന് ടാഗ് എടുത്തതും ആ എടുത്ത ടാഗ് എൻ്റെ അടുത്ത് നിന്ന് വേറൊരുത്തൻ വന്ന് എടുത്തോണ്ടായതും, പക്ഷെ ആ വേറൊരുത്തൻ്റെ അടുത്ത് നിന്ന് ഹിസോക്ക എനിക്ക് തന്നെ കാർഡ് തിരിച്ചു തരികയാണ്. സോ ഈ നടന്ന സംഭവങ്ങളൊക്കെ ഒരാളടുത്ത് പറഞ്ഞപ്പോൾ മനസ്സിൽ നിന്ന് എന്തോ ഒരു വലിയ ഭാരം ഇറക്കിച്ച പോലെയാണ് ഗോണ് തോന്നിയത്. അങ്ങനെ മനോഹരമായ ഒരു കോൺവെർസേഷൻ കാണിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ സീൻ കട്ടാവാണ്. സോ പിന്നീട് നമ്മൾ കാണുന്നത് ഹണ്ടർ എക്സാമിലെ ഫൈനൽ ഫേസിലേക്ക് വിജയിച്ച 9 ആൾക്കാരെയാണ്. ഗോൺ, കിലുവ, കുറാപ്പിക, ലിയോറിയോ, ബോർഡറോ, ഗിറ്റരാക്കർ, പൊക്കള്, ഹൻസോ, ഹിസോക്ക എന്നിവരായിരുന്നു ആ 9 ആൾക്കാർ. പിന്നീട് നമ്മൾ ഫൈനൽ ഫേസ് നടക്കുന്ന ഒരു കിഡിലൻ ഹോട്ടൽ കാണുന്നുണ്ട്. സോ ആ ഒരു ഹോട്ടലിന്റെ ഉള്ളിലാണെങ്കിൽ ഹണ്ടർ അസോസിയേഷൻ മെമ്പേഴ്സും ഉണ്ട്, ഫൈനൽ ഫേസിലേക്ക് വിന്നായ 9 ആൾക്കാരും ഉണ്ട്. അവിടെയാണെങ്കിൽ ഒരു എക്സാമിനർ പോലെ നമ്മളെ ചെയർമാൻ നെറ്ററാണ് വന്നിരിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ ചെയർമാൻ നെറ്റർ പറയാണ്, ഫൈനൽ ഫേസിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു 1-on-1 ഫൈറ്റ് ആണ് എന്നും പറഞ്ഞ് നമ്മൾ ചെയർമാൻ തന്നെ റെഡിയാക്കിയ ഒരു ടേബിൾ കാണിക്കുകയാണ്. പക്ഷേ ഈ ഒരു ടേബിൾ കണ്ട് എല്ലാവരും വിചാരിക്കുകയാണ് ഈ ഒരു ഫൈനൽ ഫേസിൽ ഒരാൾ മാത്രമേ വിജയിക്കുള്ളൂ എന്നാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ ഒരു ഫൈനൽ ഫേസിൽ നിന്ന് ആ ഒരാൾ മാത്രമേ തോൽക്കുകയുള്ളൂ എന്നവരെ തിരുത്തി കൊടുക്കുകയാണ് ചെയർമാൻ. ഒരു ഫൈറ്റിൽ നിന്ന് ഒരാൾ വിന്നാവുമ്പോൾ ആ വിന്നായ ആൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആവും. അങ്ങനെ തീരെ വിന്നാവാത്ത ആളാണ് ലാസ്റ്റ് ഡിസ്ക്വാളിഫൈ ആവുക. അതിനുശേഷം ചെയർമാൻ ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത് എന്നൊരു ലിസ്റ്റ് ഇവർക്ക് റിവീൽ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് ഫൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഗോണും ഹൻസും ആണ്. അതിനുശേഷം ചെയർമാൻ റൂൾസ് പറയാൻ തുടങ്ങുകയാണ്. വെപ്പൺസ് അലൗഡ് ആണ്. നിങ്ങൾ ഒപ്പോണന്റ് എപ്പോൾ ഡിഫീറ്റ് അഡ്മിറ്റ് ചെയ്യുന്നോ അപ്പോൾ നിങ്ങൾ ജയിക്കും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ ഒപ്പോണന്റിനെ കൊല്ലാൻ സാധിക്കില്ല. അങ്ങനെ ഒരാൾ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഡിസ്ക്വാളിഫൈ ആവും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഫൈനൽ ഫേസ് ഇവിടെ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞ് ഗോണും ഹൻസും കളത്തിലേക്ക് വരികയാണ്. സോ ഹൻസ് ആണെങ്കിൽ ഇവനെ നോക്കിയിട്ട് ഇവൻ കുറച്ച് ടഫാവും എന്ന് വിചാരിക്കുകയാണ്. ഇതേ സമയം നമ്മൾ ഗോൺ വിചാരിക്കുകയാണ്, ഞാൻ എൻ്റെ സ്പീഡ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇവൻ്റെ നിന്ന് മാറിയെടുക്കാൻ നോക്കും. അങ്ങനെ നമ്മളെ ഗോൺ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്തേക്ക് ചാടുകയാണ്. പക്ഷെ അപ്പോഴത്തേക്കുണ്ടാ ഹൻസോ അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഹൻസോ ആണെങ്കിൽ നമ്മളെ ഗോണിന്റെ തലയുടെ ബാക്കിലേക്ക്
ബോധം പോകുന്ന രീതിയിൽ ഒരു അടി വെച്ചു കൊടുക്കുകയാണ്. സോ ആ ഒരു അടിയേറ്റ് ഗോണിന് ആകെ തല കറങ്ങുകയും അവന്റെ മുമ്പിലുണ്ടായിരുന്ന വിഷനൊക്കെ ബ്ലറാവുകയും ഒക്കെ ചെയ്യാണ്. അതിനുശേഷം ഹൻസോ പറയാണ്, ഇതൊരു സാധാരണ ഫൈറ്റ് ആണെങ്കിൽ എന്തായാലും ഇത് അവസാനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു ഫൈറ്റ് അവസാനിക്കണമെങ്കിൽ നീ സറണ്ടർ ആവണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സറണ്ടർ ആവും എന്ന് പറഞ്ഞ് വീണ്ടും നമ്മളെ ഗോണിനെ ടോർച്ചർ ചെയ്യാണ് ഹൻസോ. നീ ഇപ്പൊ സറണ്ടർ ആവാണെങ്കിൽ നിനക്ക് അടുത്ത ഫൈറ്റിനും നീ നല്ല ഷേപ്പിലായിരിക്കും. പക്ഷെ നീ ചുമ്മാ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല. ഈ ഒരു ഫൈറ്റ് നീ തോൽക്കല്ലാണ്ട് ഞാൻ തോൽക്കുന്ന ഒരു ചാൻസ് പോലും ഞാൻ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ആരോഗ്യം നീ വെറുതെ വേസ്റ്റ് ആവുകയാണ്. നിന്റെ ആരോഗ്യം മാത്രമല്ല ബാക്കിയുള്ളവരെ സമയം കൂടിയാണ് വേസ്റ്റ് ആക്കുന്നത്. പക്ഷെ നമ്മളെ ഗോണാണെങ്കിൽ കുറെ ശ്രമിച്ചിട്ട് ഒന്ന് എണീറ്റ് നിൽക്കാൻ നോക്കുകയാണ്. പക്ഷേ ഇതേ സമയം ഹൻസോ നമ്മളെ ഗോണിന്റെ വയറ്റത്തേക്ക് ഒരു അടി കൊടുക്കുകയാണ്. സോ ഈ ഹൻസോ ഗോണിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന കണ്ടിട്ട് അത് കാരണം തന്നെ ലിയോറിയോ ഗോണിനോട് സറണ്ടർ ആവാൻ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് കേട്ട് കുറാപ്പിക പറയാണ്, നീ അവന്റെ പൊസിഷനിലാണ് നിൽക്കണമെങ്കിൽ നീ സറണ്ടർ ആവുമോ? ആ ഒരു മൈൻഡിൽ നീ ആലോചിച്ച് നോക്ക്. സോ ലിയോറിയോക്കും കുറാപ്പിക്കും ആകെ ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഹൻസോ നമ്മളെ ഗോൺ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറോളം ആയി. പക്ഷെ ഇത്ര നേരം കഴിഞ്ഞിട്ടും നമ്മളെ ഗോൺ ആണെങ്കിൽ സറണ്ടർ ചെയ്യാനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ പെട്ടെന്നാണ് ഗോൺ ലിയോറിയുടെ ടെൻഷനൊക്കെ കാണുന്നത്. അത് കാരണം തന്നെ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാൻ പറ്റും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, ഇനി നീ സറണ്ടർ ആയിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ കൈ ഒടിക്കാൻ പോവാന്ന് ഹൻസോ പറയാണ്. അതിനു മുമ്പ് ഞാൻ നിന്നോട് ഒരു പ്രാവശ്യം കൂടി ചോദിക്കുകയാണ്, സറണ്ടർ ആവും. നീ എന്നെ കൊന്നാലും ശരി ഞാൻ സറണ്ടർ ആവില്ല എന്ന് പറയുമ്പോൾ ഹൻസോ നമ്മളെ ഗോണിന്റെ കൈ ഒടിക്കുകയാണ്. ഇതൊക്കെ കണ്ടുന്ന കുറാപ്പിക്കും ലിയോറിയോക്കും ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ കയറിയിട്ട് ഹൻസോനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ ഇതേ സമയം നമ്മളെ ഗോണാണെങ്കിൽ ഒന്ന് എണീക്കാൻ പോലും പറ്റാത്ത കാരണം തന്നെ തലകുത്തി ഒറ്റക്കയിൽ നിന്നിട്ട് ഇത്രയും ശക്തമേറിയ നിഞ്ചയായ എന്നെ നിനക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. സോ അത് കാരണം ടൈം കളയാണ്ട് പെട്ടെന്ന് തന്നെ നീ ഡിഫീറ്റ് അഡ്മിറ്റ് ചെയ്യും എന്ന് പറയുമ്പോഴൊക്കെ നമ്മളെ ഗോൺ എണീറ്റ് വന്നിട്ട് ഹൻസോയുടെ മുഖത്തേക്ക് ഒരു ചവിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഫൈറ്റ് ആരാണ് സ്ട്രോങ്ങർ എന്ന് നോക്കാനുള്ള ഫൈറ്റ് അല്ല, ആരാണ് ആദ്യം സറണ്ടർ ആവാ എന്ന് നോക്കാനുള്ള ഫൈറ്റ് ആണ്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഗോൺ ഹൻസോനെ ചവിട്ടിയപ്പോൾ ഗോണിന് തന്നെയാണ് കൂടുതൽ വേദന ആയത്. സോ ഇതൊരു സ്ഥലത്തും എത്തില്ല എന്ന് കണ്ട ഹൻസോ അവന്റെ കത്തി എടുത്തിട്ട് ഞാൻ എന്റെ കാല് വെട്ടാൻ പോവാ എന്ന് പറയാ. നിനക്കൊരു പെർമനന്റ് ഇഞ്ചുറി ഞാൻ തരും എന്നറിഞ്ഞാൽ നീ എന്തായാലും സറണ്ടർ ആവും. സോ അതിനു മുമ്പ് ഞാൻ ഒന്നും കൂടി നിന്നോട് ചോദിക്കുകയാണ്, സറണ്ടർ ആവ്. പക്ഷെ ഇത് കേട്ട് ഗോൺ പറയാണ്, എനിക്കത് സമ്മതിക്കാൻ പറ്റില്ല, എനിക്ക് ഈ കളി തോൽക്കാനും സാധിക്കില്ല, പക്ഷെ എനിക്ക് എന്റെ കാലും വേണം. സോ ഇത് കേട്ട് അവിടെ നിന്ന് എല്ലാവരും ഒരു പുഞ്ചിരിയോടെ നെട്ടുകയാണ്. പക്ഷെ നീ എന്റെ കാല് വെട്ടുകയാണെങ്കിൽ തന്നെ എന്റെ കാലിൽ നിന്ന് രക്തം വാർന്ന് ഞാൻ അവസാനം മരിക്കും. ഞാൻ മരിക്കുകയാണെങ്കിൽ നീ എന്തായാലും ഡിസ്ക്വാളിഫൈ ആവില്ലേ? സോ ഇതൊക്കെ കേട്ടുന്ന ഹൻസോക്ക് ആകെ പ്രാന്തൊലിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. നമ്മുടെ ഗോണാണെങ്കിൽ സറണ്ടർ ആവുന്ന ഒരു ലക്ഷണവും കാണാനില്ല. സോ ഇതേ സമയം നമ്മൾ കിലുവ ചിന്തിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടുത്തെ സിറ്റുവേഷൻ ഒരു തരത്തിൽ പോലും മാറിയിട്ടില്ല. ഗോൺ ഹൻസോനെക്കാട്ടിയും സ്ട്രോങ്ങർ ആയിട്ടില്ല. ഗോണിന്റെ കൈ ആണെങ്കിൽ ഇപ്പോൾ ഒടിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ബ്രൂട്ടൽ അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് മാറിയത്? എന്തുകൊണ്ടാണ് എല്ലാവരും ഗോണിനെ പുകഴ്ത്തി പറയുന്നത്? കിലുവതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഹൻസോ തന്റെ ദേഷ്യം കാരണം ഗോണിന്റെ നെറ്റിയിലേക്ക് അവന്റെ വാള് പോയിന്റ് ചെയ്യാണ്. പക്ഷെ നമ്മളെ ഗോണാണെങ്കിൽ ഒന്ന് കണ്ണ് ചുമന്ന് പോലുണ്ടായിരുന്നില്ല. നിനക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലല്ലേ? എന്നിട്ട് ഗോണിനെ കുറച്ചേരം നോക്കിയതിന് ശേഷം നിന്നെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലാൻ പോവുകയാണ്. നിനക്കൊരിക്കലും ഞാൻ അടുത്ത ചാൻസ് ലഭിക്കുകയില്ല. ഞാനിപ്പോ നിന്നെ കൊല്ലുകയാണെങ്കിൽ തന്നെ എനിക്ക് അടുത്ത വർഷം വന്ന് വീണ്ടും എക്സാം എഴുതി പാസ്സാവാൻ കഴിയും. നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക് നമ്മൾ ഒരേ ലെവലിലല്ല. പക്ഷേ ഹൻസോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മളെ ഗോണാണെങ്കിൽ ഒന്ന് അനങ്ങുന്ന പോലുണ്ടായിരുന്നില്ല. അതിനുശേഷം ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട്, നീ നിന്റെ അഭിമാനത്തിന് നിന്റെ ജീവനേക്കാൾ വില കൊടുക്കുന്നുണ്ടോ? നിനക്ക് സറണ്ടർ ആവാൻ ഇത്രക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹൻസോ ആകെ ചൂടായി കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്നാണ് ഗോൺ പറയുന്നത്, എന്റെ അച്ഛൻ ഒരു ഹണ്ടറാണ്. ഞാനൊരു ഹണ്ടറായിട്ട് എന്റെ അച്ഛനെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഏതെങ്കിലും ഒരു നാൾ ഞാൻ എന്റെ അച്ഛനെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ സറണ്ടർ ആവാണെങ്കിൽ എനിക്ക് എന്റെ അച്ഛനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കാരണം മാത്രമാണ് ഞാൻ സറണ്ടർ ആവാത്തത്. നീ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ശരി, നിന്നെ ഞാൻ ഇവിടെ കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ ഹൻസോ ആണെങ്കിൽ ഗോണിന്റെ കണ്ണിലേക്ക് കുറച്ചു നേരം നോക്കിയിട്ട് ഞാൻ ഗിവപ്പ് ചെയ്തു, നീ ജയിച്ച് എന്ന് പറയാണ്. ഇത് കേട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും ഞെട്ടാണ്. എന്തിനാണ് പറയുന്നു? നമ്മളെ ഗോൺ വരെ ഞെട്ടാണ്. എനിക്ക് നിന്നെ കൊല്ലാൻ സാധിക്കില്ല. പക്ഷെ നീയാണെങ്കിൽ സറണ്ടർ ആവുന്ന ഒരു ലക്ഷണം പോലും ഞാൻ കാണുന്നില്ല. അത് കാരണം തന്നെ ഈ ഒരു മാച്ച് ഞാൻ ലോസ് ആയിട്ട് അടുത്ത മാച്ചിൽ ജയിക്കാൻ നോക്കിക്കോളാം. പക്ഷേ ഇത് കേട്ട് നമ്മൾ ഗോൺ പറയണേ, എനിക്കിത് സമ്മതിക്കാൻ പറ്റില്ല. ഈ ഒരു വിജയത്തിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് രണ്ടുപേർക്കും പറ്റുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ ഒരു വഴി കണ്ടുപിടിക്കാം. പക്ഷേ ഇത് കേട്ട് ഹൻസോ പറയാണ്, നീ അതിൽ സറണ്ടർ ആവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് ഹൻസോ ടെൻഷൻ ആയിക്കൊണ്ട് പറയുന്നു. സോ വേറെ വാക്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി നിന്നിട്ട് ഫൈറ്റ് ചെയ്യണം, എന്നിട്ട് അതിൽ നീ സാറ്റിസ്ഫൈഡ് ആവുന്ന പോലെ നിനക്ക് ജയിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്ന് ഗോണിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതെ ഫുള്ള് ശരിയാണ്, എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ ഹൻസോ എന്റെ മുഖത്തേക്കിട്ടൊരു പഞ്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഹൻസോ ആണെങ്കിൽ റഫറിയോട് ഞാൻ ഈ മത്സരം ഗിവ്
ഗിവ് ചെയ്തു അടുത്ത ഫൈറ്റിലേക്ക് പോവാൻ എന്ന് പറയാണ്. സോ ഹൻസോന്റെ കയ്യിൽ നിന്ന് പഞ്ച് കിട്ടിയ കാരണം തന്നെ ഗോണിന്റെ ബോധം പോയിട്ടുണ്ട്. ഹൻസോ ഗിവ് ചെയ്ത കാരണം തന്നെ നമ്മളെ ഗോണോട് ജയിക്കുകയാണ്. സോ അടി കിട്ടി ബോധം പോയ നിലയിൽ ഗോണിനെ കാണിച്ചുകൊണ്ടാണ് നമ്മളെ 19ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ ഗൈസ് നിങ്ങളോട് ഒരു സ്റ്റോറി പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വാട്ടർ മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസ് വേറൊരു മച്ചാൻ ആ ഒരു മച്ചാന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. സോ ഗോണിന്റെ കൈയോടിയത് അവൻ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക, കൂടാതെ അടുത്ത ഫൈറ്റ് ആരൊക്കെ തമ്മിലായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ.